അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് എക്കോസ്പോർട്ട്, ഫോർഡ് എക്കോസ്പോർട്ട് 3 സിലിണ്ടർ പെട്രോൾ. അതിൻ്റെ എൻജിൻ ടൈമിങ് എങ്ങനെയാണെന്നാണ്. ഇതിന് വന്ന വെറ്റ് ബെൽറ്റ് തന്നെ, ടൈം ബെൽറ്റ് വെറ്റായിട്ടുള്ളത്, ഓയിലിൽ മുങ്ങിക്കിടക്കുന്ന ടൈപ്പ് ഓയിൽ ടൈം ബെൽറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ് നമ്മൾ അയച്ചാണ്. ഹെഡ് അയച്ചെന്ന് വെച്ചാൽ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ എൻജിന് ഓൾറെഡി ഒരു വൈബ്രേഷൻ ഉള്ളതാണ്. വൈബ്രേഷൻ കൂടുതലായിട്ട് കസ്റ്റമർ കുറച്ച് ആളെ വണ്ടിയായിട്ട് നടക്കണമായിരുന്നു. കമ്പനിയിലേക്ക് കാണിച്ച് ലാസ്റ്റ് കമ്പനിയിലേക്ക് എൻജിൻ പണിയണമെന്ന് പറഞ്ഞാണ്. ലാസ്റ്റ് നമ്മൾ എടുത്തുകൊണ്ടുവന്നപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് തന്നെയായിരുന്നു കംപ്ലയിൻറ്റ്. പിന്നെ നമ്മൾ ഹെഡ് പൊക്കി കഴിഞ്ഞപ്പോഴാണ് ഹെഡ് ലൈറ്റിലേക്ക് കൊടുത്ത് വാൽവ് ബെൻഡായിട്ടിരിക്കണായിരുന്നു. അപ്പോൾ അത് പ്രഷർ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രഷർ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ഹെഡ് അയക്കാൻ പറഞ്ഞത്. അങ്ങനെ ഹെഡ് അയച്ച് കഴിഞ്ഞപ്പോഴാണ് വാൽവ് ബെൻഡായിട്ടിരിക്കണായിരുന്നു. അപ്പോൾ നമ്മൾ വാൽവൊക്കെ അയച്ച് മാറി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോണത് അതിൻ്റെ ടൈമിങ് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ എൻജിൻ ബ്ലോക്ക് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് സൈഡിലെ ബോണ്ടും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഹെഡ് ഗ്യാസ്കറ്റ് ഇട്ടത്, പുതിയ ഹെഡ് ഗ്യാസ്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈം ബെൽറ്റ്. കണ്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ഓയിലിൽ മുങ്ങിക്കിടക്കാന്ന് പറഞ്ഞില്ലേ, വെറ്റ് ടൈപ്പ് ടൈം ബെൽറ്റ്. എൻജിൻ ഓയിലിൽ മുങ്ങി കിടന്ന് കുളിച്ച് കിടന്ന് ഓടുന്നവരാണ്. ഇതാണ് ടൈം ബെൽറ്റിൻ്റെ ടെൻഷനർ. അടുത്തായിട്ട് നമുക്ക് ഹെഡ് കയറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്യാമിൻ്റെ ടൈമിംഗ് വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പുള്ളിയിലും ഇതുണ്ട്, രണ്ട് ആരും ഉണ്ട്. ഈ ആരോ രണ്ടും നേരെ ഫേസ് ചെയ്ത് വരണം. അതാണ് എൻ്റെ കറക്റ്റ് ടൈമിംഗ് വർക്ക് കേട്ടോ. ഇനി അടുത്ത് നോക്കേണ്ടത് ക്രാങ്ക് പുള്ളിയുടെ ടൈം വർക്കാണ്. ക്രാങ്ക് പുള്ളിയുടെ പുറയിലായിട്ടൊരു വീല് കണ്ട വീലിൽ രണ്ട് കുത്തും, അതുതന്നെ എൻജിൻ കേസിലായിട്ട് ഒരു ആരോ പോലത്തെ മാർക്ക് വന്നൊക്കെ ഉണ്ട്. അതിന് നടുക്കായിട്ടൊരു കുത്തുണ്ട്. അപ്പോൾ ഈ ക്രാങ്ക് പുള്ളിയുടെ പുറയിലുള്ള രണ്ട് കുത്തിൻ്റെ നടുക്കായിട്ട് തന്നെ ആ കേസിലുള്ള ആരോ മാർക്കിലെ കുത്ത് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ടൈം ബെൽറ്റ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കറക്റ്റാണോ അവിടെ ചെക്ക് ചെയ്യുക. കറക്റ്റാണോ ചെക്ക് ചെയ്യണമെങ്കിൽ ഉണ്ട്, രണ്ട് ക്യാമിലും ഈ ബാർകോഡ് പോലത്തെ ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ നേരെ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സ്കെയിൽ വെച്ച് നോക്കിയൊക്കെയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കണ്ടത് നേരെയാണ്. അപ്പോൾ ക്യാമ് കറക്റ്റാണ്. ക്രാങ്കിൻ്റെ നോക്കിയപ്പോൾ ക്രാങ്കും അടിപൊളിയായിട്ട് ഇപ്പോൾ സെറ്റാണ്. ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടൈം ബെൽറ്റിൻ്റെ ടെൻഷനർ കറക്റ്റാക്കാനാണ്. ഈ ടെൻഷനറിലേക്ക് കണ്ട ഈ ഒരു ക്ലാമ്പ് പോലത്തെ അതിലൊരു ഹോളും പിന്നെ ബോഡിയിലൊരു ഹോളുണ്ട്. ഈ രണ്ട് ഹോളും കറക്റ്റ് നേരെ തന്നെ. അതാണ് കറക്റ്റ് ബെൽറ്റിന് ടെൻഷൻ കേട്ടോ. അതിൽ നേരെ കറക്റ്റാക്കിയിട്ട് ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യുക. ബെൽറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ ഇതുപോലെ ഒരു ചെറിയ എന്തെങ്കിലും ടൂള് കറക്റ്റായിട്ടൊരു സൂട്ടാണ് ടൂൾ എന്തെങ്കിലും എടുത്ത് കയറ്റിയാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ എൻ്റെ സെൻറ്ററിലെ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാണ്. ഓക്കെ, സെറ്റ്. ക്യാമറ കറക്റ്റാണ്, വേറെ സീനൊന്നുമില്ല. പിന്നെ ഈ ടെൻഷനിൽ വെച്ചങ്ങനെ ടൂൾ എടുക്കാൻ മറക്കരുതിട്ടാ. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.